വിക്രം മിശ്രി. Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. യെസ്, വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇന്ന് 3:35 കൂടിയാണ് പാകിസ്ഥാൻ DGMO ഇന്ത്യയിലേക്കൊരു വിളി നടത്തുന്നത്. അതിനുശേഷമാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടായെന്ന് പറയുന്നു. വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, അത്തരത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ വെടിനിർത്തലിന് കാരണമായത് എന്താണ്? പാകിസ്ഥാനിൽ നിന്നുമാണ് ആശ്രമം ആദ്യം ഉണ്ടായതെന്നൊക്കെ ഇപ്പോൾ വിക്രം മിശ്രി പറഞ്ഞല്ലോ. യെസ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പ്രജിൻ, ഇന്ത്യ ഇതിലൊരു മൂന്നാം കക്ഷി മാധ്യസ്ഥത്തെ പറ്റി പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങളിൽ ഒരു കാലത്തും ഒരു മൂന്നാം കക്ഷി ഇടപെടലിന് ആഗ്രഹിച്ചിരുന്നില്ല, അത് അംഗീകരിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള മൂന്നാം കക്ഷി ഇടപെടൽ അംഗീകരിക്കാത്ത രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ വിഷയത്തിലും അതുകൊണ്ട് അമേരിക്കൻ ഇടപെടൽ എന്നത് ഏതെങ്കിലും തരത്തിൽ അതിനൊരു സ്ഥിരീകരണം ഇപ്പോൾ ട്രംപ് അത് ക്ലെയിം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇടപെടൽ ഇന്ത്യ സ്ഥിരീകരിക്കുന്നില്ല. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പാകിസ്ഥാൻ അദ്ദേഹം നേരിട്ട് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറലെ വിളിക്കുകയായിരുന്നു. ഫർദറായി ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടുന്ന നടപടികളെ പറ്റി ചർച്ച ചെയ്തു. അപ്പോൾ കരയിലും കടലിലും ആകാശത്തും കൂടിയുള്ള ഫയറിംഗ് ഒപ്പം ഈ പറയുന്ന മിലിറ്ററി ഓപ്പറേഷനും നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇന്ന് 5 മണി മുതൽ അത് പ്രാബല്യത്തിൽ വന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അദ്ദേഹം പറയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് മൂന്നാം കക്ഷി ഇടപെടൽ, അമേരിക്കയുടെ മാധ്യസ്ഥം ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷി ഇടപെടൽ അത് പരോക്ഷമായോ പ്രത്യക്ഷമായോ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ അതിനെപ്പറ്റി ഒരു പരാമർശവും നടത്താതെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്.